ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതും തങ്ങളെ ബാധിച്ച ദുശക്തികൾ ഒഴിഞ്ഞുപോകുന്നതും ഭജനമിരിക്കുന്നതിന്റെ ഫലമായി ഭക്തർ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഭജനമിരിക്കുന്നവരിൽ ബാധാപീഡിതരായവരെ ആദ്യം ശാസ്താവ് തന്നെ വിസ്തരിക്കുന്നു. തന്നെ കൊണ്ട് ഒഴിപ്പിക്കാനാകാത്ത ബാധകളെ ശാസ്താവ് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിക്കുന്നു. കീഴ്ക്കാവിൽ രാത്രി 8:45 ആരംഭിക്കുന്ന ഗുരുതിയിൽ ശാക്തേയ സമ്പ്രദായത്തിലെ പൂജകളാണ് നടത്തപ്പെടുന്നത്. മേൽക്കാവിലെ മേൽശാന്തി കീഴ്ക്കാവിലെത്തി, വലിയ ഗുരുതി തുടങ്ങി. വാഴകൻ പോളയാൽ ശ്രീകോവിൽ തീർത്തു വരുത്തി ചാമുണ്ടിയെ ആവാഹിച്ചിരുത്തി, ചാമുണ്ടിയെ ആവാഹിച്ചിരുത്തി, ചാമുണ്ടിയെ. ഈ സമയത്ത് കീഴ്ക്കാവിലമ്മ പ്രത്യങ്കരാദേവി സങ്കല്പത്തിലാണ്. ഉഗ്രമൂർത്തിയായ പ്രത്യങ്കരാദേവി ശത്രുനാശത്തിനായി ഉപാസിക്കപ്പെടുന്ന ദേവതയാണ്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കുവാൻ ജനിച്ച ദേവിയാണ് പ്രത്യങ്കര. ശത്രുക്കളുടെ ആഭിചാരങ്ങളെ ശക്തി കൊണ്ട് പരാജയപ്പെടുത്തുന്ന പ്രത്യങ്കരാദേവി ഗുരുതി സമയത്ത് തന്റെ മുന്നിലെത്തുന്നവരിലെ ബാധകളെ ചോദ്യം ചെയ്യുന്നു. തമോ ഗുണത്തിലിരിക്കുന്ന ഭദ്രകാളിയെ തമോ ഗുണ നൈവേദ്യ സമർപ്പണത്താൽ സംപ്രീതിയാക്കുന്ന ചടങ്ങാണ് ഗുരുതി. മേളവും പൂജയും അർഘ്യവും നൈവേദ്യവുമെല്ലാം അർപ്പണമായി ചെയ്യുന്നതിനാൽ ഗുരുതി തർപ്പണമെന്ന് പറയപ്പെടുന്നു. അത്യന്തം ഗൂഢമായ ഈ ക്രിയകളിലൂടെ ഭക്തരെ ബാധിച്ചിരിക്കുന്ന മാനസികവും ശാരീരികവുമായ ദുശക്തികൾ ഒഴിഞ്ഞു പോകുകയും പൂർവജന്മ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. മന്ത്രങ്ങൾക്ക് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. ഗുരുതിയുടെ മന്ത്രമേള ധ്വനികളാൽ ഉറഞ്ഞു തുള്ളുന്ന ഭൂതാവിഷ്ടരായവരുടെ ജന്മാർജിതവും കർമാർജിതവുമായ ബാധകൾ ഇവിടെ ദേവിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരാജിതരായി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോകുന്നു. പ്രേതകോപം, ധർമ്മദൈവകോപം, ഗുരുശാപം, ദൈവകോപം, മഹാഭിചാരം, ക്ഷുദ്രാഭിചാരം, നാവേർ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ മനോരോഗങ്ങൾ ഉണ്ടാകാം. ദൃഷ്ടിബാധയായും ദേഹബാധയായും ഉണ്ടാകുന്ന ഈ രോഗങ്ങളെ ത്രിദോഷാത്മകം, ത്രിഗുണാത്മകം, ത്രിമൂർത്തിയാത്മകം എന്നിങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തേയ ബാധകളെ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ത്രിമൂർത്തിയാത്മകം. ഈ വിശേഷണമനുസരിച്ച് ബാധാമൂർത്തികളെ ഭൂതം, പ്രേതം, പിശാച് എന്ന രീതിയിൽ കണക്കാക്കി വരുന്നു. ഭൂതം ശൈവവും പ്രേതം വൈഷ്ണവവും പിശാച് ശാക്തേയവുമായ ബാധാമൂർത്തികളാണ്. ഇങ്ങനെയുള്ള മൂർത്തികളെയാണ് ഗുരുതി തർപ്പണത്തിന്റെ വേളയിൽ ഒഴിപ്പിക്കപ്പെടുന്നത്. ദീർഘകാലമായി കീഴ്ക്കാവിൽ ഗുരുതിയിലൂടെ ഉണ്ടാകുന്ന മനോരോഗ വിമുക്തിയുടെ ഫലങ്ങൾ അനുഭവിച്ചവർ ഒട്ടേറെയാണ്. ആധുനിക ശാസ്ത്രവിജ്ഞാനം കൊണ്ട് നാം ഇന്നുവരെ നേടിയെടുത്ത അറിവിന്റെ കൂടെ വലിയൊരു ഭാഗം ഇനിയും അറിയാത്തതായുണ്ട്. അതിലൊന്നാണ് മനുഷ്യ മനസ്സ്. മനുഷ്യ മനസ്സിന്റെ താളക്രമങ്ങളെ നേർവഴിക്കാക്കുവാൻ ആധുനിക വൈദ്യത്തോടൊപ്പം മന്ത്രസാധനയ്ക്കും കഴിയുന്നുണ്ട് എന്നത് അംഗീകരിക്കപ്പെടേണ്ട സത്യമാണ്. ഭജനത്തിന്റെയും പ്രാർത്ഥനയുടെയും വഴികളിൽ ആശ്വാസത്തിന്റെ സമചിത്തത കണ്ടെത്തിയ ചോറ്റാനിക്കരമ്മയുടെ സ്വന്തം ഭക്തജന ലക്ഷങ്ങൾ ഈ വിലപ്പെട്ട സത്യത്തിന്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. പരിഹാരക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം തേടിയ പ്രഥമ കേരളീയ ക്ഷേത്രങ്ങളിലൊന്നായ ചോറ്റാനിക്കര ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഈ അത്ഭുത വിശേഷങ്ങൾ പലപ്പോഴും യുക്തിതത്വങ്ങളുടെ നിരർത്ഥകതയ്ക്കപ്പുറം അനുഭവ സത്യത്തിന്റെ സാർത്ഥകതയാണ്. ഇരുളിന്റെ മറകളെ നീക്കി നിതാന്ത സത്യത്തിന്റെ പ്രകാശലോകത്തേക്ക് മനുഷ്യ മനസ്സുകളെ ആനയിക്കുന്ന അനുഗ്രഹദായികയായ അമ്മയുടെ തിരുമുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.